സംഹിത എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡോക്ടർ വലിയത്താൻ ചരക സംഹിതയെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വായിച്ചാൽ നിങ്ങൾ കരയും. എന്താ കാരണം അറിയോ? ഒന്നും മനസ്സിലാവില്ല. അത് തന്നെ അത്ര ഗംഭീര പുസ്തകം, ചരക സംഹിതയെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം. ആ ചരക സംഹിതയില്, വലിയത്താൻ എഴുതിയതിലല്ല, ചരക സംഹിതയിൽ ഒരു വരിയുണ്ട്. ശരീര മനസോ യോഗ പരസ്പര മനോവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ശരീരവും മനസ്സും കോംപ്ലിമെന്ററി ആണ്. ശരീരം ആധേയവും ശരീരം ആധാരവും മനസ്സ് ആധേയവും. ശരീരത്തിലാണ് മനസ്സിരിക്കുന്നത്. മനസ്സിനുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ശരീരത്തെ ബാധിക്കുന്നു. ശരീരത്തിനുണ്ടാകുന്ന സുഖവും വേദനയും മനസ്സിനെ ബാധിക്കുന്നു. മനസ്സിലെ സന്തോഷവും ദുഃഖവും ശരീരത്തെ ബാധിക്കുന്നു. ശരീരത്തിന്റെ സുഖവും വേദനയും മനസ്സിനെയും ബാധിക്കുന്നു. അപ്പൊ ശരീരത്തെ ചികിത്സിക്കണമെങ്കിൽ ആദ്യം മനസ്സിനെയാണ് ചികിത്സിക്കേണ്ടത്. ഇതാണ് ചരക മഹർഷി പറഞ്ഞത്. ആ ഒരൊറ്റ വരിയുടെ അടിസ്ഥാനത്തിലാണ്, ഒറ്റ ശ്ലോകം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂ ഏജ് തെറപ്പി NAT എന്ന പുതിയ ശാസ്ത്രശാഖ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സയന്റിഫിക് ശാഖ ഉണ്ടായത് ആയുർവേദത്തിലെ ഒരു വരി. എന്താ ന്യൂ ഏജ് തെറപ്പി എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സുഹൃതം എന്ന സിനിമ കണ്ടാൽ മതി. MT വാസുദേവൻ നായരുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രത്തിൽ പ്രവർത്തിക്കുന്ന അമേരിക്കക്കാരൻ ക്യാൻസർ വന്ന് മരിക്കാൻ പോയപ്പോൾ അയാള് മരിക്കാതെ അയാളെ തിരിച്ചു കൊണ്ടുവന്നത് ഈ ശ്ലോകത്തിലെ തത്വങ്ങൾ ഉപയോഗിച്ചാണ്. അതാണ് സുഹൃതം എന്ന സിനിമയില് മമ്മൂട്ടി ആ പത്രക്കാരനായിട്ട് അഭിനയിച്ച നല്ലൊരു സിനിമ. അപ്പൊ ആയുർവേദത്തിലെ ഒരു ശ്ലോകം ഒരു വലിയ ശാസ്ത്രശാഖയായിട്ട് വളർന്നു. വെറുതെ ഞാൻ ചോദിക്കട്ടെ, മറ്റേത് മതത്തിലായി ഇതുള്ളത്? ഒരു ശ്ലോകം ഒരു ശാസ്ത്രശാഖയായി മാറുന്നത്. അതേപോലെ ആയുർവേദം ഇന്ന് ലോകം അംഗീകരിക്കുന്നു. ഭഗവത്ഗീത ലോകം അംഗീകരിക്കുന്നു. വേദങ്ങൾ ലോകം അംഗീകരിക്കുന്നു. ബെർലിൻ യൂണിവേഴ്സിറ്റിയില് അവിടുത്തെ പ്രൊഫസർ ജർമ്മൻ ഭാഷയ്ക്ക് ഒരു ഗ്രാമർ എഴുതിയുണ്ടാക്കി. വീണ്ടും പറയുന്നു, ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെ ജർമ്മൻ പ്രൊഫസർ ജർമ്മൻ ഭാഷയ്ക്ക് ഗ്രാമർ എഴുതിയുണ്ടാക്കിയപ്പോ ആ ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഡോക്ടർ ഷ്നീഡർ അദ്ദേഹത്തിന്റെ കയ്യില് ഈ പുസ്തകം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ജർമ്മൻ ഭാഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ വ്യാകരണ ഗ്രന്ഥത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് പരിശോധിച്ച് പറയണം. ഡോക്ടർ ഷ്നീഡർ വൈസ് ചാൻസലർ എന്ത് പറഞ്ഞു എന്നറിയാമോ? കൈൻഡ്ലി ഗിവ് മീ ദ ജർമ്മൻ വേർഷൻ ഓഫ് പാണിനീസ് അഷ്ടാധ്യായി. BC 300 2300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാണിനിയുടെ അഷ്ടാധ്യായി എന്ന ഗ്രാമർ പുസ്തകം ഒന്ന് എനിക്ക് തരിക, ജർമ്മൻ വേർഷൻ. ഈ ഷ്നീഡർ എന്ന വൈസ് ചാൻസലർ 5 ദിവസം കൊണ്ട് പാണിനിയുടെ വ്യാകരണ ഗ്രന്ഥം അത് മുഴുവനും വായിച്ച്, ഈ ജർമ്മൻ പ്രൊഫസർ എഴുതിയ ഗ്രാമർ പുസ്തകം വായിച്ച്, ജർമ്മൻ പ്രൊഫസർ എഴുതിയ ഗ്രാമർ പുസ്തകത്തിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു, ദിസ് ബുക്ക് ക്യാൻ ഓൺലി ബി കൺസിഡേർഡ് ഈക്വൽ ടു ദ ഫുട് നോട്ട് ഫോർ പാണിനീസ് അഷ്ടാധ്യായി. ഈ ജർമ്മൻ വ്യാകരണ ഗ്രന്ഥം എന്ന് പറയുന്നത് പാണിനിയുടെ അഷ്ടാധ്യായിയുടെ ഒരു അടിക്കുറിപ്പിന്റെ സ്റ്റാൻഡേർഡേ ഉള്ളൂ എന്ന് എഴുതി ഒരു ജർമ്മൻ പ്രൊഫസറാണ് എഴുതിയത്. കണ്ണൂരുകാരൊന്നുമല്ല എഴുതിയത്, തലശ്ശേരിക്കാരുമല്ല എഴുതിയത് ജർമ്മൻ പ്രൊഫസർ. ഞാൻ എന്താ പറഞ്ഞറിയോ? ഒരു ഗ്രന്ഥത്തിനെ കമ്പയർ ചെയ്തത് അടിക്കുറിപ്പിന് തുല്യം. BC 300 എഴുതിയത് 33 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭാരതത്തിലെ ഗ്രാമർ പുസ്തകം ഒരു ജർമ്മൻ
ഗ്രാമർ പുസ്തകവുമായിട്ട് 21ാം നൂറ്റാണ്ടിൽ കമ്പയർ ചെയ്തപ്പോ എഴുതിയതാണ്. ഭാരതത്തിലെ വേദഗണിതം ഇന്ന് എത്ര ഗംഭീരായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഭാരതത്തിലെ സംഗീതം, ശാർങ്ങധരൻ എഴുതിയ സംഗീത രത്നാകരം ഇന്ന് അടിമുടി പഠിപ്പിക്കുന്നു. ലോകത്തില് ഭരതമുനിയുടെ നാട്യശാസ്ത്രം 2 വോളിയമുണ്ട്. അത് നാട്യശാസ്ത്രം പഠിക്കുന്ന ഒരാള് 1 മാസം കൊണ്ട് വെറുതെയെങ്കിലും ഒന്ന് വായിക്കണം. ഉറപ്പാണ് ഒന്നും മനസ്സിലാവില്ല, എങ്കിലും ഒന്ന് വായിക്കണം. നമ്മുടെ നാട്യശാസ്ത്രം, നമ്മുടെ സംഗീത രത്നാകരം, നമ്മുടെ ആയുർവേദം, നമ്മുടെ വ്യാകരണ പുസ്തകം, നമ്മുടെ ഭഗവത്ഗീത, നമ്മുടെ വേദങ്ങള്, നമ്മുടെ ഉപനിഷത്തുക്കള് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ ചിലപ്പോ ചില സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോ പറയാറുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികൾക്ക് ഒറ്റ ഗ്രന്ഥമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്കും ഒറ്റ ഗ്രന്ഥമേ ഉള്ളൂ. നമുക്കങ്ങനെയല്ല. നമുക്ക് എല്ലാവരും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നിരന്തരം ഉയരണം എന്നാണ് ഭാരതത്തിന്റെ സിദ്ധാന്തം. നമ്മൾ ഗ്രൗണ്ട് ലെവലിലാണ് എല്ലാവരും. വലിയ തത്വശാസ്ത്രങ്ങൾ പറഞ്ഞാലൊന്നും ഏൽക്കില്ല, അറിഞ്ഞൂടാ നമുക്ക്. വി ഡു നോട്ട് നോ, വി ആർ ഇഗ്നോറന്റ്, ആൻഡ് വി ആർ ഇഗ്നോറന്റ് ദാറ്റ് വി ആർ ഇഗ്നോറന്റ്. നമ്മൾ ഇഗ്നോറന്റ് ആണ്, ഇഗ്നോറന്റ് ആണെന്നുള്ളതിനെ കുറിച്ച് ഇഗ്നോറന്റ് ആണ്. അത് മറന്നു പോവാതിരിക്കാനാണ് മലയാളികള് 1ാം ക്ലാസ്സില് മലയാള പുസ്തകത്തില് ആദ്യത്തെ വാക്ക് പഠിപ്പിക്കുന്നത്. മലയാളികളെ 1ാം ക്ലാസ്സില് മലയാള പുസ്തകത്തില് ആദ്യത്തെ വാക്ക് പഠിപ്പിക്കുന്നത് നമ്മളുടെ അവസ്ഥയാണ്. അതെന്താ ആദ്യത്തെ വാക്ക്? തറ. മലയാളത്തിൽ മാത്രമേ അതുള്ളൂ. ഭാരതത്തിലെ 24 ഭാഷകളിലും തറ എന്നല്ല തുടങ്ങുന്നത്. അത് മറന്നു പോവാതിരിക്കാൻ 2ാമത്തെ വാക്ക് തറയാണെന്ന് പറ. തറ പറ, തറയാണെന്ന് പറ. ആ തറ ലെവലില്, ഞാൻ തറ എന്നുള്ളത് നെഗറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിച്ചതല്ല, ഗ്രൗണ്ട് ലെവൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ക്രിറ്റിസിസ് അല്ല, അല്ലെങ്കിൽ മേക്കിംഗ് ഫൺ ഓഫ് ബിലിറ്റ്ലിംഗ് അല്ല. ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിൽ ആദ്യം വേണ്ടത് ജീവിത സന്ദേശം കഥകളിലൂടെ പറഞ്ഞു കൊടുക്കാം. കഥകളിലൂടെ പറഞ്ഞു കൊടുക്കാം. അതിനാ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും നമ്മൾ എഴുതിയത്. പുരാണങ്ങളിലുള്ള കഥകൾ ചരിത്രമല്ല, പുരാണങ്ങളിലുള്ള കഥകള് ചരിത്രമല്ല. അത് ചരിത്രമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനാണ് അതിശയോക്തി കലർത്തി കഥകൾ എഴുതിയിരിക്കുന്നത്. അതില് നരസിംഹമൂർത്തി തൂണിൽ നിന്ന് വന്നു, ഗജേന്ദ്രനെ മുതല പിടിച്ചോണ്ടുപോയി, മഹാവിഷ്ണു പക്ഷിയിൽ വന്നു, ഒക്കെ കഥയാ. എന്തിനാ കഥ? കഥയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ചെറിയ അനുഭവം, കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കണില്ല, ഈ വിഷയത്തിന് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ശങ്കർപള്ളി ഹൈദരാബാദില് IBS ഇക്ഫായ് ബിസിനസ് സ്കൂളില് MBAയുടെ ഒരു പാർട്ട് ചെയ്യാൻ പോയപ്പോ എന്റെ ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത് 58 പേരായി ഇവിടെ ഇരിക്കുന്നത്. അതിൽ 20 പേര് ഡെൻമാർക്കിൽ നിന്ന് വന്നവര്, 2-3 പേര് അമേരിക്കയിൽ നിന്ന് വന്നവരുണ്ട്. ബാക്കിയുള്ളവര് ടാറ്റ കമ്പനിയിൽ നിന്ന്, വിപ്രോ കമ്പനിയിൽ നിന്ന്, KDA കമ്പനിയിൽ നിന്ന് വളരെ പ്രഗത്ഭരായ 58 പേര്. ഒരാളായിട്ടിരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. എന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാൻ MBA എടുത്തത്. അതിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായി വന്ന ഒരു പ്രൊഫസർ, ഡോക്ടർ YLN മൂർത്തി, അദ്ദേഹം വന്ന ക്ലാസ് തുടങ്ങിയത് ഐ ആം ടെല്ലിംഗ് യു എ സ്റ്റോറി, ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാണെന്ന് പറഞ്ഞിട്ടാ. ആമയുടെയും മുയലിന്റെയും കഥയാ പറഞ്ഞത്. അതിന് 4 ലെവല് പറഞ്ഞു. നമുക്ക് ഒരു ലെവലേ അറിഞ്ഞോളൂ. അത് ഞാനിപ്പോ പറയണില്ല, അതിനൊന്നും സമയമില്ല. ഞാൻ ആലോചിച്ചു, ഇത്രയും ടോപ്പായിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന CEO-മാർക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBAക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് PhD എടുത്ത് വന്ന ആള് ക്ലാസ് തുടങ്ങിയത് കഥ പറഞ്ഞുകൊണ്ടാണ്. കഥ പറഞ്ഞുകൊണ്ട്, അതും തറ കഥ, ആമയുടെ മുയലിന്റെയും കഥ. സ്റ്റീവ് ജോബ്സിന്റെ കഥയൊന്നുമല്ല, മൈക്കേൽ ഡെല്ലിന്റെ കഥയല്ല, ജസ്നറുടെ കഥയല്ല, എബ്രഹാം ലിങ്കന്റെ കഥയല്ല, CV രാമന്റെ കഥയല്ല. കഥ പറഞ്ഞത് ആമയുടെ മുയലിന്റെയും കഥ. അപ്പോ നമ്മള് ജീവിത സന്ദേശം പറഞ്ഞു കൊടുക്കാൻ
18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയത് ശരിയാണെന്ന് 21ാം നൂറ്റാണ്ടിലെ മാനേജ്മെന്റ് എക്സ്പെർട്സ് പറയുന്നു. മാനേജ്മെന്റ് എക്സ്പെർട്സ് അമേരിക്കയിലെ CIA ഉണ്ട്. CIA അത് ഇന്ത്യൻ വാക്കല്ലാത്തത് കൊണ്ട് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ആ CIAക്ക് പ്രിലിമിനറിക്ക് കമ്പൽസറിയാണ് പഞ്ചതന്ത്രം. പഞ്ചതന്ത്രം പുസ്തകം കമ്പൽസറിയാ CIAയുടെ സിലബസിൽ. ഇങ്ങനെ കുറെ എക്സാമ്പിൾ ഉണ്ട്. ഞാൻ പറയുന്ന പുരാണത്തിലെ കഥ, ആ പുരാണത്തിലെ കഥകളിലൂടെ സന്ദേശം കേട്ട്, കഥകളിൽ നിന്ന് സന്ദേശമെടുത്ത് നമ്മൾ അടുത്ത ലെവലിലേക്ക് ഉയരണം. ബൈബിളിൽ അടുത്ത ലെവൽ മുകളുമില്ല താഴെയില്ല, ഖുർആനിൽ മുകളിലുമില്ല താഴെയില്ല. നമുക്ക് ഗ്രൗണ്ട് ലെവല് പുരാണങ്ങള്, അതിന്റെ മുകളില് കഥകളും അനുഭവങ്ങളും ചേർന്ന മഹാഭാരതം, അതിന്റെ മുകളില് അനുഭവങ്ങൾ മാത്രമുള്ള കഥകളില്ലാത്ത വാൽമീകി രാമായണം, അതിന്റെ മുകളില് കഥകളും അനുഭവങ്ങളും ഇല്ലാത്ത ഉപദേശങ്ങൾ മാത്രമുള്ള വേദങ്ങള്, അതിന്റെ മുകളില് കഥകളുമില്ല അനുഭവങ്ങളുമില്ല കുറച്ച് ഉപദേശങ്ങളും ജീവിത സത്യങ്ങളുമുള്ള ഉപനിഷത്ത്. സാധിക്കുമെങ്കിൽ ഓർക്ക, ബുദ്ധിമുട്ടാണെങ്കിൽ മറക്കാണ്ടിരിക്കാം. പുരാണങ്ങള്, അതിന്റെ മുകളിൽ മഹാഭാരതം, അതിന്റെ മുകളിൽ രാമായണം, അതിന്റെ മുകളിൽ വേദം, അതിന്റെ മുകളില് ഉപനിഷത്ത്. ഇതാണ് ഹൈന്ദവ ജനത തറയിൽ നിന്ന് ഗഗനത്തിലേക്ക് ഉയരുമ്പോൾ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയരുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. രണ്ടാമത് 60,000 ശ്ലോകങ്ങളിലൂടെ കഥകളും 65,000 ശ്ലോകങ്ങളിലൂടെ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവങ്ങൾ തരുന്ന 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം. അതിന്റെ മുകളിലേക്ക് കയറിയാൽ 24,000 ശ്ലോകങ്ങളുള്ള രാമന്റെയും രാമനുമായി ബന്ധപ്പെട്ടവരുടെയും 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങള്. അതിൽ നിന്ന് മുകളിലേക്ക് കയറിയാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, സന്ദേശങ്ങൾ മാത്രം. അതിൽ നിന്ന് മുകളിലേക്ക് കയറിയാൽ ഉപനിഷത്തിന്റെ ലെവല്. താൻ ഏത് ലെവലിലാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഉപനിഷത്തിന്റെ ലെവലിലാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, പറ്റരുത്. എന്താ, ഉപനിഷത്തിന്റെ ലെവലെത്തിയാൽ പിന്നെ വേറെ ഒന്നുമില്ല, സാമ്പാറിന് ഉപ്പില്ല, അതൊന്നും സാരമില്ലടും. ഇത് തന്റെ ഭാര്യയാണോ? അറിഞ്ഞൂടാ. തനിക്ക് ദുഃഖമുണ്ടോ? എന്ത് ദുഃഖം, എന്ത് സുഖം. രമണ മഹർഷി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഈ രമണ മഹർഷിയുടെ അടുത്ത് കുറച്ച് കേരളീയർ ചെന്ന് പറഞ്ഞു അത്രേ, ഞങ്ങൾ അങ്ങയുടെ ആശ്രമവും ഈ തിരുവണ്ണാമല ക്ഷേത്രമൊക്കെ കാണാൻ വന്നു. ഇവിടെ വന്ന് 2-3 ദിവസം താമസിക്കാനാ വന്നത്. ഹോട്ടലിൽ ചെന്ന് ചായ കുടിച്ചപ്പോ ഈ ചായ ഉണ്ടാക്കണ ആളും ചായ കൊടുക്കുന്ന ആളും തമ്മിൽ വഴക്ക്. ഗസ്റ്റ് ഹൗസിൽ മുറിയെടുക്കാൻ പോയപ്പോ അവിടുത്തെ ജോലിക്കാർ തമ്മിൽ വഴക്ക്. അമ്പലത്തിൽ തൊഴാൻ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ പൂജാരിമാർ തമ്മിൽ വഴക്ക്. അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയാ നടക്കുന്നത് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ രമണ മഹർഷിയോട് എന്നിട്ട് ചോദിച്ചു, രമണ മഹർഷി എന്താ ഇങ്ങോട്ട് തിരിച്ചു പറയാൻ പോണെന്ന്. രമണ മഹർഷി എന്താ പറഞ്ഞറിയോ? ക്യാൻറ്റീനിൽ വഴക്ക്, ഗസ്റ്റ് ഹൗസിൽ വഴക്ക്, പൂജാ മുറിയില്, അമ്പലത്തിൽ വഴക്ക്. ഇതെല്ലാം കേട്ട് രമണ മഹർഷി പതുക്കെ പറഞ്ഞു അത്രേ, അത് കാണാൻ വന്നവര് അത് കണ്ടിട്ട് പൊക്കോള, ഇത് കാണാൻ വന്നവര് ഇത് കണ്ടിട്ട് പൊക്കോള. അർത്ഥം മനസ്സിലായോ? അത് കാണാൻ വന്നവര് അത് കണ്ടിട്ട് പൊക്കോള. അത് ഉപനിഷത്തിന്റെ ലെവലാ. ആ ഉപനിഷത്തിന്റെ ലെവല് വരെ എത്തിയത് കൊണ്ട് സാധാരണ എന്താ പറയാന്നറിയാം? ഒരു വരി കൂടി ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടാക്കും. എങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടെന്ന് അറിയിക്കാൻ. എന്താണെന്നറിയോ? നമ്മൾ ജനിക്കുമ്പോ ശൂദ്രന്റെ ലെവലാ, ഗ്രൗണ്ട് ലെവല ശൂദ്രന്റെ. എന്നിട്ട് വ്യാവഹാരിക കർമ്മങ്ങൾ ചെയ്യുമ്പോ നമ്മൾ തന്നെ വൈശ്യന്റെ ലെവലിലേക്ക് ഉയരും. എന്നിട്ട് വ്യാവഹാരിക കർമ്മത്തിൽ നിന്ന് പ്രൊട്ടക്ഷനും നമ്മളെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും പ്രൊട്ടക്ഷൻ എന്ന ലെവല് നമ്മൾ ഉയരുമ്പോ ശൂദ്രനിൽ നിന്ന് വൈശ്യനിൽ നിന്ന് ക്ഷത്രിയനിലേക്ക് ഉയരും. അവിടെ നിന്ന് നമ്മള് അറിവ് മാത്രം നേടി അറിവ് കൊടുക്കാൻ തുടങ്ങുമ്പോ ബ്രാഹ്മണനിലേക്ക് ഉയരും. അവിടെ നിന്ന് എല്ലാം ത്യജിക്കാൻ തുടങ്ങുമ്പോ സന്യാസിയുടെ ലെവലാവും. അവിടെ നിന്ന് ഋഷിയുടെ ലെവലാവും. അവിടെ നിന്ന് മഹർഷിയുടെ ലെവലാവും. അവിടെ നിന്ന് ഹംസ ഋഷിയുടെ ലെവലാവും. അവിടെ നിന്ന് പരമഹംസ ഋഷിയുടെ ലെവലാവും. അവിടെ നിന്ന് അപ്പുറത്തേക്ക് പരമഹംസ പരിവ്രാജകന്റെ ലെവലാവും. എല്ലാം ഒരേ വ്യക്തിയാണ് ആവുന്നത്, വേറെ വേറെ വ്യക്തികളല്ല.
മെന്റലി ശൂദ്രന്റെ ലെവല്, മെന്റലി വൈശ്യന്റെ ലെവല്, മെന്റലി ക്ഷത്രിയന്റെ ലെവല്, മെന്റലി ബ്രാഹ്മണന്റെ ലെവല്, മെന്റലി സന്യാസിയുടെ, ഋഷിയുടെ, മഹർഷിയുടെ, ഹംസ ഋഷിയുടെ, പരമഹംസ ഋഷിയുടെ ഏറ്റവും മുകളില് പരമഹംസ പരിവ്രാജകന്റെ ലെവല്. ആ പരമഹംസ ഋഷിയുടെയും പരമഹംസ പരിവ്രാജക ഋഷിയുടെയും ലെവലാണ് ഉപനിഷത്തിന്റെ ലെവല്. ഉപനിഷത്തിന്റെ ലെവല്. അപ്പോ ഒരേ മനുഷ്യന് ഉയരങ്ങളിലേക്ക് 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 പോകാൻ സാധിക്കുന്ന ഒരു ലെവല്. അതാണ് ഭാരതത്തിലെ ഗ്രന്ഥങ്ങള്. അതാണ് ഭാരതത്തിലെ ഗ്രന്ഥങ്ങള്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് പുസ്തകം വേണമെങ്കിൽ എടുത്തു നോക്കാം. ഭാരതത്തിലെ സംസ്കൃതം ലണ്ടനില് ഒരു സ്കൂളുണ്ട്, സെയിന്റ് ഫ്രാൻസിസ് സ്കൂളാണ്. അവിടെ പ്രിൻസിപ്പാളിന്റെ പേര് ഫാദർ ഫിലിപ്പ് ജസഫ്. ഫാദർ ഫിലിപ്പ് ജസഫ്. അദ്ദേഹം ഒരു ഫാദറാണ്. അച്ഛന്റെ പള്ളിയിലെ അച്ഛൻ, അമ്മയുടെ ഭർത്താവല്ല. ഓർമ്മിക്കുക, ആ ഫാദർ ഫിലിപ്പ് ജസഫ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ സംസ്കൃതം എടുത്തു വന്ന ആളാണ്. ഈ സ്കൂളില് 1100 കുട്ടികൾ പഠിക്കുന്നുണ്ട്. കമ്പൽസറിയാ സംസ്കൃതത്തിൽ സംസാരിക്കാവും. വൈസ് പ്രിൻസിപ്പാളും പള്ളിയിലച്ഛനാണ്. അതൊരു കോൺവെന്റ് സ്കൂളാണ്. കുട്ടികൾ ഇന്ത്യൻ ഡ്രസ്സായിടുന്നത്. ലണ്ടനിൽ അറിയപ്പെടുന്ന സ്കൂളാണ്. സാംസ്കാരിക സമ്പന്നമായ സ്കൂള്. 15 മിനിറ്റ് രാമായണം രാവിലത്തെ പ്രയറിന്റെ ഭാഗമാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു. ലോകത്തിലെ വിദ്യാർത്ഥികളെ മാറ്റാൻ, അവരുടെ മനസ്സിൽ നന്മ നിറയ്ക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സംസ്കൃത ഭാഷ അവരുടെ പഠനത്തിന്റെ ഭാഗമാക്കുക, സംസ്കൃത ശ്ലോകങ്ങളും രാമായണവും പഠനത്തിന്റെ ഭാഗമാക്കുക. അതേ റിപ്പോർട്ട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ബുഷിനും അയച്ചു കൊടുത്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബുഷ്, അന്ന് ബുഷാണ് പ്രസിഡന്റ്, അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ ഒരു സംസ്കൃത ഭാഷയും രാമായണവും ഒന്ന് അവരുടെ പഠനത്തിന്റെ ഭാഗമായി ചേർത്തപ്പോൾ കുട്ടികളിൽ അസാധാരണമായ മാറ്റം. ഇങ്ങനെ നമ്മുടെ ഗ്രന്ഥങ്ങള്, നമ്മുടെ ഭാഷ, നമ്മുടെ വേദഗണിതം, നമ്മുടെ വേദം, നമ്മുടെ ഭഗവത്ഗീത, നമ്മുടെ പുരാണങ്ങള്, നമ്മുടെ പഞ്ചതന്ത്രം, നമ്മുടെ സംഗീത രത്നാകരം, നമ്മുടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രം, നമ്മുടെ ആയുർവേദം, നമ്മുടേതായിട്ടുള്ളതിൽ ഒരെണ്ണം പോലും ലോക ജനത തിരസ്കരിച്ചിട്ടില്ല. ഒരെണ്ണം തിരസ്കരിച്ചിട്ടില്ല. അതാണ് ഗ്രന്ഥങ്ങള്. ഹിന്ദു ധർമ്മത്തിന്റെ ആധാര ഗ്രന്ഥങ്ങള്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയിട്ട് പറഞ്ഞു, ഇനിയും പുതിയത് വന്നാൽ അത് സ്വീകരിക്കാം, ഇനിയും പുതിയത് വന്നാൽ അത് സ്വീകരിക്കാം. ഞാൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഭാരതത്തിലെ ആചാരങ്ങള്. ഏത് ക്രിസ്ത്യാനിയോട് ചോദിക്കാം, താൻ എന്തിനാണോ ഈ കുരുത്തോലയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? എന്റെ അച്ഛൻ പറഞ്ഞിട്ടാ പറയും, പള്ളിയിലച്ഛൻ പറഞ്ഞിട്ടാ പറയും, താൻ എന്താണോ പരമപവിത്രനായ ദൈവപുത്രനായ യേശുദേവനെ ആണിയടിച്ചു കൊന്ന കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. അറിഞ്ഞൂടാ. അത് അച്ഛൻ പറഞ്ഞിട്ടാ പറയും. അയാളോട് തന്നെ ചോദിക്കാം, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം, നീ ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ രക്തം വീഞ്ഞായിട്ട് തനിക്ക് എങ്ങനെയാ കുടിക്കാൻ സാധിക്കാം? ഉത്തരം പറയില്ല. നീ ആരാധിക്കുന്ന യേശുദേവന്റെ ശരീരം അപ്പമായിട്ട് നിനക്ക് എങ്ങനെയാ കഴിക്കാൻ സാധിക്കാം? ചോദിച്ചു നോക്കാം. മനുഷ്യൻ പാപിയാണ്. ആ മനുഷ്യന്റെ പാപം ഇല്ലാതെയാക്കാനാണ് യേശു ക്രിസ്തു കുരിശിലേറിയത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ യേശു ക്രിസ്തു കുരിശിലേറി കഴിഞ്ഞില്ലേ, പിന്നെയും എങ്ങനെയാ മനുഷ്യൻ പാപിയാവുന്നത്? ഒന്ന് ചോദിച്ചു നോക്കാം. 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എന്റെ പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കുരിശിലേറിയാൽ മതിയോ? അല്ല പിന്നീടാണോ കുരിശിലേറേണ്ടത്? ചോദിക്കാം. ഉത്തരം പറയില്ല. ഞാനൊരു പള്ളിയിലച്ഛനോട് ചോദിച്ചു. ഞാൻ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ, വളരെ ഇഷ്ടമാണ്. ചായയും കാപ്പിയും കേക്കും ഒക്കെ കൊണ്ടുവരും. ഞാൻ ഒന്നും കഴിക്കില്ല, കാരണം എനിക്ക് അവരെ വലിയ വിശ്വാസമില്ല. അപ്പോ ഞാൻ പള്ളിയിലച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ചോ അത് ആരാ പള്ളിയിലച്ഛൻ? മണ്ണന്തല ബിഷപ്പാണ്, അവിടെ ഇരിക്കുന്ന ആളാണ്, നല്ലോണം അറിയാവുന്ന ആളാണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബിഷപ്പ് ഇടയ്ക്ക് എന്നെ വിളിക്കും, എടാ ഗോപാലകൃഷ്ണൻ ഒന്ന് വരുമോ ചോദിക്കും. എടാന്നേ എന്നെ വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, അച്ഛൻ കാര്യമൊക്കെ ശരിയാണ്, എടാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ വിധം മാറുന്നു പറയും. സാരമില്ലടാ ഗോപാലകൃഷ്ണ, നീ എന്റെ ആളല്ലേ എന്ന് ഇന്നും പറയും, അന്നും പറയാറുണ്ട്. ആ മണ്ണന്തല ബിഷപ്പിനോട് ഞാൻ ചോദിച്ചു, ബിഷപ്പ് തിരുമേനി, അങ്ങക്കറിയാം മനുഷ്യൻ പാപിയാണ് എന്ന്? അതെ, പാപിയാണ്.
അൽഫോൻസാമ്മ മനുഷ്യനല്ലേ? അതെ. ഏവു പ്രാസ്യാമ്മ മനുഷ്യനല്ലേ? അതെ. ചാവറയച്ചൻ, ദീർഘം കളയരുത്, ചാവറയച്ചൻ മനുഷ്യനല്ലേ? അതെ. അപ്പൊ 3 എണ്ണവും പാപികളല്ലേ? അതെ. പോപ്പ് മനുഷ്യനല്ലേ? അപ്പൊ അങ്ങേര് പാപിയല്ലേ? അങ്ങേര് പാപിയാ. അപ്പൊ എങ്ങനെയാ ഈ 3 പാപി പുണ്യവാളനാക്കണം? എങ്ങനെയാ ഈ പാപികളെ മറ്റൊരു പാപി പുണ്യവാളനാക്കാൻ പറ്റുമോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ എപ്പോഴും എന്നോട് ഇതുമാതിരി കുതിർക്ക ചോദ്യം ചോദിക്കാറുള്ളൂ. ഇതാണ് ക്രിസ്ത്യാനികൾ. മാത്രമല്ല, ഞാൻ പാപികൾ യേശു ക്രിസ്തു കുരിശിലേറിയെങ്കില് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇരിക്കുന്ന പാപികൾക്ക് വേണ്ടി ജസ്റ്റിസ് കൃഷ്ണയ്യരെ തൂക്കിലേറ്റിയാ പോരായിരുന്നോ? അപ്പോഴാണ് അർത്ഥം വെച്ചത്. കുറെ പാപം ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് പകരം പാപം ചെയ്യുന്നവർക്ക് വേണ്ടി നല്ലൊരു മനുഷ്യനെ കുരിശിലേറ്റി. എന്തൊരു അബദ്ധല്ലേ? പാപം ചെയ്തവന് വേണ്ടിയിട്ട് നല്ല മനുഷ്യനെ കുരിശിലേറ്റി. ഇതാണ് ബെർണാഡ് ഷോ പറഞ്ഞത്. എന്തൊരു അബദ്ധം! ഹിന്ദു ധർമ്മത്തില് ഇതുമാതിരിയുള്ള ആചാരങ്ങളില്ല. ഉത്തരം പറയാൻ പറ്റാത്ത ഒരാചാരവുമില്ല. ഇടക്കാലത്ത് കോഴി വെട്ടല്, കള്ള് നിവേദ്യം, ആട് വെട്ടല് ഇത് ഇടക്കാലത്തുണ്ടായതാ. വൈദികാചാരമല്ല, വൈദികാചാരമല്ല. അതുകൊണ്ടാ ശ്രീനാരായണ ഗുരുദേവൻ 21 ക്ഷേത്രങ്ങളിലെ ദുർദേവതാ പ്രതിഷ്ഠകളെ വലിച്ചെറിഞ്ഞിട്ട് വൈദിക ദേവതാ പ്രതിഷ്ഠ ഗുരുദേവൻ സ്വന്തം കൈകൊണ്ട് 28 ക്ഷേത്രങ്ങൾ നടത്തിയതിൽ 21 പിഴുതെറിഞ്ഞതാണ്. നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമല്ല കോഴി അറക്കല്, നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമല്ല ആട്ടറക്കല്, കള്ള് നിവേദിക്കല്, അശ്ലീല പാട്ട് അല്ലെങ്കിൽ തിന്മകൾ നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമല്ല. ഇടക്കാലത്ത് ചേർത്തതാണ്. ഉറപ്പിച്ചു പറയാം, ഇടക്കാലത്ത് ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ ദുരാചാരങ്ങൾ ഇടക്കാലത്തുണ്ടായി, അനാചാരങ്ങള് ഇടക്കാലത്തുണ്ടായി, സദാചാരങ്ങള് അനാദികാലം. ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തിനാണ്? ആചാരാത് ലഭതേഹ്യായു, ആചാരാത് ധനമക്ഷയം, ആചാരാത് ലഭതേ സുപ്രജ, ആചാരോ അഹന്ത്യലക്ഷണം. ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന്, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് സമ്പൽ സമൃദ്ധിക്ക്, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് സാമൂഹിക ബന്ധം ദൃഢമാക്കാൻ, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന്. ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനല്ല, ഈശ്വരനെ സന്തോഷിപ്പിക്കാനല്ല. അങ്ങനെ നമ്മുടെ പൈതൃകത്തിൽ പറഞ്ഞിട്ടില്ല. ഓർമ്മിക്കാം, സ്വഗ്രാമേ പൂർണ്ണമാചാരം, അന്യഗ്രാമേ തദർത്ഥകം, പട്ടണേതു തത്പാദം, യാത്രേ ബാലാത് ആചരതേ. അവനവന്റെ ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കണം. മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയാല് ആകെ ആചാരങ്ങളുടെ പകുതി മതി. പട്ടണത്തിലാണെങ്കിൽ കാൽഭാഗം മതി. യാത്രയിലാണെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും നരേന്ദ്രമോദി അമേരിക്കയിൽ നവരാത്രിക്ക് പോയപ്പോ 9 ദിവസവും പട്ടിണി കിടന്നു. വിദേശയാത്രയ്ക്ക് ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട, പിന്നെ അവനവൻ. അപ്പോ ആചാരങ്ങൾ മനുഷ്യനൊരു ഭാരമല്ല. ഭാരതത്തിൽ ആചാരങ്ങള് ജീവിതത്തിന്റെ ഭാഗം. വേണമെങ്കിൽ അനുഷ്ഠിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം. വേണമെങ്കിൽ അനുഷ്ഠിക്കുക, വിട്ടുകളഞ്ഞേക്കാം. ആചാര്യനിൽ നിന്ന് ആചാരങ്ങൾ കേൾക്കണം. ഒരു നല്ല ആചാര്യനുണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാ ഉപദേശവും തന്നാൽ പോലും ആചാര്യാത് പാദമാദത്തെ, ആ ആചാര്യനിൽ നിന്ന് കാൽഭാഗമേ സ്വീകരിക്കാവൂ. അങ്ങേര് പറഞ്ഞ മുഴുവനും സ്വീകരിക്കരുത്, കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ആചാര്യാത് പാദമാദത്തെ, പാദം ശിഷ്യസ്വമേധയ, കാൽഭാഗം നിങ്ങൾ തന്നെത്താനെ ചിന്തിക്കണം. നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ വിവേകം ലോകത്തിലെ ഒരു സന്യാസിയുടെയും കീഴിൽ അടിയറ വെക്കല്ലേ. അർത്ഥം മനസ്സിലായി? നിങ്ങളുടെ ബുദ്ധി, യുക്തി, റാഷണൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, സയന്റിഫിക് തിങ്കിങ്, നെവർ സറണ്ടർ ടു എനിബഡി. ഹിന്ദു ധർമ്മം അത് പറയുന്നില്ല. ആചാര്യനിൽ നിന്ന് കാൽഭാഗം, തന്നെത്താനെ കാൽഭാഗം, അറിവുള്ള മറ്റുള്ളവരിൽ നിന്ന് കാൽഭാഗം, ശേഷം കാലക്രമേണ ച, അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസിലൂടെ. ഇത്രയും സയന്റിഫിക് ആയിട്ടുള്ളത്
ലോകത്തിൽ ഏത് മതത്തിലാ ഉള്ളത്? ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് സക്കീർ നായിക്ക് പറയാറുണ്ട് വേദത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന്. അപ്പൊ ഖുറാനിൽ പറയുന്ന അള്ളാഹുവിന് സ്ഥാനം ഇല്ലേ? വേദത്തിൽ പറഞ്ഞാലേ എന്നാ പിന്നെ ഖുറാൻ സ്വീകരിക്കാൻ പോണ എന്തിനാ? വേദം സ്വീകരിച്ചാ പോരെ? ഭവിഷ്യ പുരാണത്തില് മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഭവിഷ്യ പുരാണത്തിൽ മുഹമ്മദ് നബി ഉണ്ടെങ്കിൽ പിന്നെ ഈ ഖുറാനും പഠിച്ചോണ്ട് ഈ അറേബ്യയിലേക്ക് പോണെന്തിനാ? ഭവിഷ്യ പുരാണം പഠിച്ചാ പോരെ? ആലോചിച്ച് നോക്ക. ഈ ക്രിസ്ത്യാനികള് പള്ളികളില് കാവ്യ ഉടുത്തോണ്ടാ പോണത്. പിന്നെന്തിനാ ബൈബിൾ ഉപയോഗിക്കുന്നത്? പള്ളികളില് ഇപ്പൊ നല്ല രസാണ്. ഇപ്പോ പള്ളികളില് തുലാഭാരണ്ട്, പള്ളികളില് കല്ലുവിളക്ക്, പള്ളികളില് നല്ല വിളക്ക്, പള്ളികളില് പഞ്ചവാദ്യം, പള്ളികളില് 15 ആന, പള്ളികളില് അന്നദാനം, പള്ളികളില് ക്രിസ്തു സഹസ്രനാമം, മണ്ണാങ്കട്ട. ഓം ക്രൈസ്തവേ നമഃ. തൊടുപുഴയെ കേട്ടതാ. പള്ളി പോയപ്പോ ക്രിസ്തു ലക്ഷാർച്ചന. ഓം ക്രൈസ്തവേ നമഃ, ഓം മേരി പുത്രായ നമഃ, ഓം യെരുശലേം വാസിനേ നമഃ. ഞാൻ ആദ്യമായിട്ടാ കേൾക്കണത്. കുറെ ശ്രദ്ധിച്ചു. 10 അതുള്ളൂ. ബാക്കി മുഴുവനും വിഷ്ണു സഹസ്രനാമ. 990 വിഷ്ണു സഹസ്രനാമ. ക്രിസ്തു ഭാഗവതം എന്നൊരു പുസ്തകമുണ്ട്, മാത്യു ലഗന്ധറ എഴുതിയത്. ഒരു ക്രിസ്ത്യാനിയും വായിച്ചിട്ടില്ല. ഒറ്റ ക്രിസ്ത്യാനി വായിച്ചിട്ടില്ല. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പള്ളിയില് ഉത്സവമുണ്ട്, പറയെടുപ്പുണ്ട്, ആന എഴുന്നള്ളിപ്പുണ്ട്, അന്നദാനമുണ്ട്, വെടിക്കെട്ടുണ്ട്. എന്തൊക്കെയാ? എന്തേ ഇതെടുത്തു? എന്തിനിതെടുത്തു? ഇതിനകത്തുള്ള ഹിന്ദുക്കൾ ഒന്ന് ചിന്തിക്കണം. ബൈബിളിനകത്ത് പറയാത്തത് എന്തിന് ഹിന്ദുക്കളിൽ നിന്നെടുത്തു? ഒരു ഉത്തരേ ഉള്ളൂ. ബൈബിളിനകത്ത് നിന്ന് പറഞ്ഞത് മാത്രം എടുത്താൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്പിലെ 26 രാജ്യങ്ങളിലും ബൈബിള് തൂത്തെറിഞ്ഞതുപോലെ ഇവിടത്തെ ക്രിസ്ത്യാനികളും ബൈബിള് തൂത്തെറിയും. അത് ഒഴിവാക്കാനാണ് ഓണക്കാലത്ത് ഓണക്കളമിട്ട് നടുക്കു കുരിശ്. വിജയദശമി ദിവസം വിദ്യാരംഭം. പള്ളിയിൽ അച്ഛന്റെ വിദ്യാരംഭം, ദൈവം എന്ന് എഴുതണം. ദൈവം. ഇപ്പൊ വിദ്യാരംഭം എടുത്തു, ഓണമെടുത്തു, ശിവരാത്രി, മിശിഹാരാത്രി. പച്ചതെറിയാ പറയേണ്ടത്, സദസാഹിത്യകാരനും പറയാതിരിക്കുക. മിശിഹാരാത്രി. അടുത്ത കാലത്താ പറയുന്നത്. വിജയദശമി എന്ന് പറഞ്ഞാൽ കർദിനാൾ തിരുമേനി ആലഞ്ചേരി പറഞ്ഞു. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്താ അറിയോ? വിജയദശമി എന്ന് പറയുന്നത് മിശിഹ യേശുക്രിസ്തുവിന് ജ്ഞാനം കൊടുത്ത ദിവസമാണ് വിജയദശമി. മിശിഹ രാത്രി എന്ന് പറയുന്നത്, ശിവരാത്രി എന്ന് പറയുന്നത് യേശു ക്രിസ്തു രാത്രി മുഴുവനും ഉറങ്ങാതെ പ്രാർത്ഥിച്ച ദിവസമാണ്. അല്ലാണ്ട് അത് ഹിന്ദുക്കളുടെ അല്ല. മെത്രാനാ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊരു തോന്നല്. പറയാൻ പാടില്ലാത്തതാ ഞാൻ പറയാൻ പോണേട്ടോ. സാദരം ക്ഷമിച്ചേക്ക. എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതാണ് പറയാൻ പോണത്. ഇങ്ങനെ ഹിന്ദുക്കളുടെ സർവ്വതുമെടുത്ത് അത് അവരുടെയാക്കി മാറ്റി അത് അവരുടേതായിരുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന ചില അച്ഛന്മാരെ കാണുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട്, എത്രയോ പേർക്ക് ഇടിവെട്ടേൽക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ ഫില്ലപ്പ് ചെയ്തോ. ഏതായാലും എന്തുകൊണ്ട് ഇതെടുത്തു? അവനവന്റേതായിട്ടുള്ളത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ സക്കീർ നായിക്കും അത് തന്നെയാണ്. ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവും എനിക്കറിയാം. തനി മുസ്ലിങ്ങളിൽ 10 പേരെ വിളിച്ച് നമ്പൂതിരിയെ പോലെ മുണ്ടുടുപ്പിച്ച് നെറ്റിയില് ഭസ്മം ചാർത്തിച്ചിട്ട് കുങ്കുമം ചാർത്തിച്ചിട്ട് പേര് ചോദിക്കും. വീഡിയോ എടുക്കുമ്പോ പേര് ചോദിക്കും, തന്റെ പേരെന്താണ്? ഇയാൾ പറയും ദാമോദരൻ നമ്പൂതിരി. അടുത്ത ആള് വിവേകാനന്ദൻ നമ്പൂതിരി. 10 പേരുടെ പേര് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് വേദത്തെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പ്രജാപതി എന്ന് പറയുന്ന അല്ലാഹുവാണ്. വേദത്തിൽ ഒരു ദൈവമേ പറയുന്നുള്ളൂ. ഏകദൈവ വിശ്വാസമാണ് വേദത്തിലുള്ളത്. അതുകൊണ്ട് ഖുറാനിലും ഏകദൈവമാണ്. ആ വേദത്തിൽ പറയുന്ന പ്രജാപതിയാണ് ഖുറാനിൽ പറയുന്ന അല്ലാഹു. അതുകൊണ്ട് നിങ്ങൾ വേദം ഫോളോ ചെയ്യുന്നതിന് പകരം ഖുറാൻ ഫോളോ ചെയ്യണം. കുറച്ച് കഴിയുമ്പോ ഇവര് 10 പേരും പറയും ഞങ്ങൾ